ആര് ജയിക്കണമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നല്ല ടൈറ്റ് മത്സരം. എന്നാലും ഒരു പ്രതീക്ഷ ആര് ജയിക്കണമെന്നാണ്. ഞങ്ങൾക്ക് എനിക്ക് ഉഷാ വിജയൻ ജയിക്കണം എന്ന് ആഗ്രഹം. ജയിക്കോ? അത് പറയാനാവില്ല, അല്ലെ പറഞ്ഞേ. സാധ്യത നല്ല ടൈറ്റ് മത്സരമാണ്. ഇവിടെ ആരായിരിക്കും ജയിക്കാൻ സാധ്യത മാനന്തവാടി? അതൊന്നും ഇപ്പൊ പറയാനായില്ല. എന്നാലും ഒരു പൊതുജനത്തിന് ആളുകളൊരു ചർച്ച വെച്ച് എങ്ങനെയായിരിക്കും ആരൊക്കെയായിരിക്കും? ഉഷാ വിജയനായിരിക്കും. ഇവിടെ ഉഷാ വിജയൻ ഉറപ്പാണ്. എല്ലാവരും ഒറ്റ തീരുമാനത്തിലാണ്. ഉഷാ വിജയനെ വരുള്ളൂ 100%. ഇപ്രാവശ്യം ഇവിടെ ആരായിരിക്കും ജയിക്കാൻ സാധ്യതയുള്ളത്? ഉഷാ വിജയനാണോ, ഓവർക്കുകളാണോ, ആരായിരിക്കും? ഇല്ല, അറിയില്ലേ? ആരായിരിക്കും ജയിക്കാൻ സാധ്യത മാനന്തവാടി? മാനന്തവാടി ഏകദേശം പിണറായി കൊണ്ടുവന്ന് നടന്നു. അപ്പൊ ഉഷാ വിജയനോ ഓവർക്കുകളോ തന്നെയായിരിക്കും? ഉഷാ വിജയൻ ജയിക്കും. ഗ്യാരണ്ടി. അല്ല അല്ല, അവൻ നല്ല വ്യക്തിയാണ്, ജയിക്കും. ഇവിടെ ആരായിരിക്കും മാനന്തവാടിയിൽ ജയിക്കാൻ സാധ്യതയുള്ളത്? ഉഷാ വിജയൻ. ഉഷാ വിജയനായിരിക്കും. എന്തായാലും ഉഷാ വിജയൻ വരും. എന്താ അപ്പൊ കേളൂര് മൂന്നാമതൊരു തവണ ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും തോറ്റു പോകും. ഇവിടെ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? ഉഷാ വിജയനാണോ, ഓവർക്കുകളാണോ? UDF. ഉഷാ വിജയൻ തന്നെയായിരിക്കും. അതാ ഒന്ന് പറഞ്ഞോ പറഞ്ഞാൽ മതി. ഉഷാ വിജയനാണോ? ആരായിരിക്കും മാനന്തവാടിയിൽ ആരായിരിക്കും സാധ്യത? പറഞ്ഞു. ഉഷാ വിജയൻ തന്നെയായിരിക്കും. ജയിക്കുന്ന പോലെ ജയിക്കും. വേറെന്താ സാധ്യത? സാധ്യത എനക്കറിയില്ല. UDF. ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നാണ് അത്ര പ്രതീക്ഷയുണ്ട്. UDF മനസ്സിലായി. എത്ര വോട്ടിന് കണക്കാക്കുന്നുണ്ട്? കണക്ക് വോട്ടിന്റെ ശരി 50,000 മേലെ 50,000 മേലെ ഉണ്ടാവും. അതുകൊണ്ട് നിലവിൽ എന്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ ഇവിടെ ആര് വരികയാണെങ്കിലും ഒരുപോലെ എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മൂന്നാമതൊരാള് നമ്മുടെ സംസ്ഥാന നേതാവായ ശ്യാംരാജ് ജയിക്കട്ടെ എന്ന ഒരു അഭിപ്രായക്കാരാണ്. പിന്നെ എല്ലാവരുടെ പ്രകടന പത്രിക നോക്കുന്ന സമയങ്ങളിൽ നമ്മൾ കാണുന്ന ഇപ്പം ഇവിടുത്തെ നാടിന്റെ നട്ടെല്ലും ശ്വാസകോശമാണ്. കാരണം ഇവിടുത്തെ വ്യവസായികളും വ്യാപാരികളും ശ്വാസകോശമായിട്ടും നാടിന്റെ നട്ടെല്ല് കർഷകരായിട്ടും ഇവർക്ക് ഇതുവരെ ഒരു പ്രകടന പത്രികയിലും ഒരു വാഗ്ദാനങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കണ്ടിട്ടില്ല. അത് കൊടുത്തു ഇത് കൊടുത്തു അല്ലെ അത് കൊടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു എന്ന് പത്രങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന ദുരിതവും അസംഘടിത മേഖലയിൽ ഉള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതവും ഇങ്ങനെയുള്ള സംഭവത്തിനൊന്നും ഒരു പാർട്ടിയുടെ ഒരു പ്രകടന പത്രികയിലും ഞങ്ങൾ അത്ര വീട് കൊടുത്തു, നിങ്ങൾ ഇത്ര കൊടുത്തില്ലേ, ഞങ്ങൾ അത്ര പെൻഷനാക്കി, ഇതൊന്നും ആർക്കും കിട്ടിയതായിട്ട് വലിയ അറിവുകളൊന്നുമില്ല. ഉഷാ വിജയനാണോ ഓവർക്കുകളാണോ? അങ്ങനെ ഉഷാ വിജയൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. UDF അധികാരത്തിൽ വരും. കേളുവിന്റെ സിറ്റിംഗ് മണ്ഡലമല്ലേ, അപ്പൊ അങ്ങനെ ജയിക്കോ? കേളുവിന്റെ സിറ്റിംഗ് മണ്ഡലം ഇന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഒരു MLAക്ക് ചെയ്യാൻ കഴിയുന്ന പവർ വെച്ചിട്ട് ചെയ്തു. പക്ഷെ അത് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ മെഡിക്കൽ കോളേജിന്റെ വലിയ വിഷയം തന്നെയാണ്. അവിടെ ഒരു 8 നില ബിൽഡിംഗ് പണിത് വെച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ ടോയ്ലറ്റ് അടക്കം ഇപ്പോൾ കയറുകൊണ്ട് കെട്ടിയിട്ട് ഉപയോഗശൂന്യമായിട്ടുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കേളുവിന് ശരിക്കും ബാധിക്കും. കൂടാതെ ബ്രഹ്മഗിരി നമ്മൾ ശരിക്കും ഈ ഇലക്ഷനെ ബാധിക്കും. എന്ന് വെച്ചാൽ ഇന്നത്തെ ന്യൂസിലും ഒരു 14 ലക്ഷം രൂപ കിട്ടാനുള്ള വീട്ടമ്മ അവിടെ സത്യാഗ്രഹിക്കുന്ന അവസ്ഥയാണുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF അധികാരത്തിൽ വരണം. ഇതൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നാണ് ഞാനിവിടെ പറയാനുള്ളത്. കുറച്ച് പാലവും റോഡും ഉണ്ടാക്കിയോണ്ട് മാത്രം വികസനം തീർന്നില്ല എന്നാണോ? അതെ. ജയലക്ഷ്മിന്റെ പീരീഡിലും ഇഷ്ടംപോലെ വികസനം അവിടെ നടന്നിട്ടുണ്ട്. ഈ ടൗണിലെ മെയിൻ റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് വന്നത് ജയലക്ഷ്മിന്റെ മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ്. അതുപോലെ തന്നെ ചെറുപുഴ പാലം, പനന്തർ പാലം, ഐസിക്കട് പാലം, കൊയിലേരിയിൽ നിന്ന് കമ്മനിക്കുള്ള പാലം, ഇതെല്ലാം ജയലക്ഷ്മിയുടേതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് 5 കൊല്ലം കൊണ്ടുണ്ടാക്കിയതാണ്. ഈ കേളു എന്ന് പറയുന്നത് 10 കൊല്ലം കൊണ്ടുണ്ടാക്കിയതാണ്. അയാൾ ഒരു മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അയാൾക്ക് കൂടെ ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അത് അയാൾ വിനിയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേളുവേട്ടൻ എന്ത് മാറ്റം? പിന്നെ ഒരു വർഷം കൂടും.
ഇപ്രാവശ്യം ആരായിരിക്കും മാനന്തവാടി ജയിക്കാൻ ആരും കഴിവുള്ളവർ ജയിക്കട്ടെ, വിജയനാണോ ഓർക്കുകളാണോ? കഴിവുള്ളവർ ജയിക്കട്ടെ. ഇപ്രാവശ്യം ആർക്കാണ് മാനന്തവാടി സാധ്യത? ആർക്കാണ്? മാനന്തവാടി കേളോട്ടനല്ലാണ്ട് വേറെ ജയിക്കാനാണ്. കേരളത്തിൽ തന്നെ ആയിരിക്കും. സ്വന്തം കേളോട്ടം. ഒരു മാറ്റം ഉണ്ടാവും. ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മളെ കേളോട്ടം. എന്തായാലും ഇവിടെ ഉഷാവിജയൻ തന്നെ ആയിരിക്കും. ഉറപ്പാണ്. എല്ലാവരും ഒറ്റ തീരുമാനത്തിലാണ്. ഉഷാവിജയനെ വരുള്ളൂ. 100%.